ഇപ്പോൾ വരുന്ന അഭിപ്രായമനുസരിച്ച് ദീപദാസ് മുൻഷിയുടെ കയ്യിൽ ഒരു സീൽ വെച്ച കവർ കൊടുത്തയച്ചു എന്നാണ് അറിയുന്നത്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ചീഫ് മിനിസ്റ്റർ ആവേണ്ട വ്യക്തിയുടെ പേര് ഉൾക്കൊള്ളിച്ച ഒരു പേപ്പർ ഒരു കവറിലാക്കി ഒരു സീൽ വെച്ച് ദീപദാസ് മുൻഷിയുടെ കയ്യിൽ കൊടുത്തയച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഇത് ആരാണെന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞുകൂടെ? എന്തിന് ഇനി അവർ കേരളത്തിൽ വരണം വരെ കാക്കണം? എന്തിന് ഇത്രയും നേരം വൈകിപ്പിക്കണം? ഏതായാലും ആ കവറിൽ അത് പേര് കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ അന്ന് കൊടുത്ത ആൾക്ക് എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല? ഇത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്, രാഹുൽ ഗാന്ധിക്ക് ഒരു തീരുമാനം എടുക്കുവാൻ 11 ദിവസം അത് എടുക്കാൻ അത്രയും വൈകിപ്പിക്കുന്നുവെങ്കിൽ ഇദ്ദേഹം ഒരു പ്രൈം മിനിസ്റ്റർ ആവുകയാണെങ്കിൽ എങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കും? ഒരു ദിവസം തന്നെ 8, 10, 12, 15 ഒക്കെ ഡിസിഷൻ എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി 11 ദിവസം എടുക്കുകയാണെങ്കിൽ ഇദ്ദേഹം എങ്ങനെ ഒരു പ്രൈം മിനിസ്റ്റർ ആവും? എന്ത് കഴിവാണ് അദ്ദേഹത്തിനുള്ളത്? അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് രാഹുൽ ഗാന്ധിയെ ഈ സ്ഥാനത്തൊന്ന് മാറ്റിയിട്ട് കഴിവുള്ള പിടിപ്പ് ഉള്ള ഏതെങ്കിലും മറ്റൊരാളിനെ, അത് ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, എത്രയോ പേര് കോൺഗ്രസിലുണ്ട്. DK ശിവകുമാറുണ്ട്, നമ്മുടെ അതുപോലെ മറ്റ് കേരളത്തിൽ നിന്നുള്ള ശശി തരൂരുണ്ട്, അതുപോലെ സെൻട്രലാണെങ്കിൽ അത് ഇഷ്ടം പോലെയുണ്ട്. ഇങ്ങനെയുള്ള ഒരാളിൽ നിന്ന് എന്തുകൊണ്ട് ഒരാളിനെ അത് അടുത്ത ഒരു ചീഫ് പ്രൈം മിനിസ്റ്റർ സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചുകൂടാ? പ്രതിപക്ഷ നേതാവായിട്ട് എന്തുകൊണ്ട് അവരെ ഇരുത്തിക്കൂടാ? എന്തിനാ ഈ രാഹുൽ ഗാന്ധിയും ഈ നെഹ്റു കുടുംബത്തിലെ ആൾക്കാരും മാത്രം വരണം? നെഹ്റു കുടുംബത്തിന് ഒരു അവസാനം കുറിക്കേണ്ട സമയം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനകത്ത് ഇനി കഴിവുള്ള ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലും കഴിവുള്ള മറ്റുള്ള പലരും കോൺഗ്രസിലുണ്ടായിരിക്കെ ഈ 3 പേരെ കേന്ദ്രീകരിച്ച് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ മാത്രമായിട്ട് ഒരു മൈക്രോവായിട്ടുള്ള ലെവലിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത്, മറ്റുള്ള ആൾക്കാരെ, കഴിവുള്ള ആൾക്കാരെ കോൺഗ്രസിൻ്റെ തലപ്പത്ത് കൊണ്ടുവരികയും കോൺഗ്രസിനെ വീണ്ടും സെൻട്രലിലേക്ക് വരുത്തുവാൻ സാധിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാഹുൽ ഗാന്ധി മാറിയിട്ട് വേറെ ഒരാളിനെ, എഫിഷ്യൻ്റ് ഒരാളിനെ പ്രതിപക്ഷ നേതാവായിട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് BJPയുടെ ഈ മുന്നോട്ടുള്ള ഈ കുതിപ്പ് തടയാനും പയ്യെ കോൺഗ്രസിന് മെജോറിറ്റി ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കും.